മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനുള്ള കേന്ദ്ര ഫണ്ട് മാർച്ച് 31 മുമ്പായി ഉപയോഗിക്കണമെന്ന നിലപാടിലൂടെ കേന്ദ്ര സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത് ഹൈക്കോടതി? കേന്ദ്ര ഫണ്ട് മാർച്ച് 31 മുമ്പായി ഉപയോഗിക്കണമെന്ന വ്യവസ്ഥ പ്രാക്ടിക്കൽ അല്ല എന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതി അറിയിച്ചു. എസ് ശ്രീകാന്ത് വിവരങ്ങൾ മാറ്റുന്നു. ശ്രീകാന്ത്, 13 ഇനങ്ങൾക്കായുള്ള കോടികൾ 45 ദിവസത്തിനകം എങ്ങനെ ചെലവഴിച്ചു തീർക്കാൻ കഴിയും എന്ന ഹൈക്കോടതിയുടെ സംശയം ആർക്കുമുണ്ടാകുന്ന സംശയമാണ്. ശ്രീകാന്ത്, ഈ വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഫണ്ട് മാർച്ച് 31 മുൻപായി ഉപയോഗിക്കണമെന്ന വ്യവസ്ഥ പ്രായോഗികമല്ലെന്ന് ഇന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു. ഏതൊക്കെ ആവശ്യങ്ങൾക്കാണ് ഈ തുക വിനിയോഗിക്കേണ്ടത് എന്നുള്ള കാര്യം കോടതിയിൽ ഫയൽ ചെയ്യേണ്ടതല്ലേ എന്ന് സംസ്ഥാന സർക്കാരിനോട് തുടർന്ന് കോടതി ചോദിച്ചു. ഇത് ഫയൽ ചെയ്താൽ മാത്രമല്ലേ കേന്ദ്ര സർക്കാരിനും കോടതിക്കും കാര്യങ്ങൾ അറിയാൻ സാധിക്കൂ എന്നും ഇന്ന് കോടതി പറഞ്ഞു. പദ്ധതികൾ പൂർത്തിയാക്കാനുള്ള ടൈം ലിമിറ്റ് കോടതിയിൽ അറിയിക്കണം എന്നാണ് ഡിവിഷൻ ബെഞ്ചിന്റെ അഭിപ്രായം. പുനരധിവാസ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. ഏതൊക്കെ പദ്ധതികൾ എപ്പോൾ പൂർത്തിയാകുമെന്ന് സംസ്ഥാന സർക്കാരിന് അറിയേണ്ടതല്ലേ എന്നും കോടതി ഇന്ന് പറയുകയുണ്ടായി. അതേസമയം എന്താണ് ഈ ഒരു ടൈം ലിമിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് കേന്ദ്ര സർക്കാരും അറിയിക്കണം. ഇതാണ് ഇന്നിപ്പോൾ ഹൈക്കോടതി പറഞ്ഞത്. മാർച്ച് 31 മുൻപായി ഫണ്ട് ഉപയോഗിക്കണമെന്ന നിലപാടിലടക്കം കേസ് വീണ്ടും പരിഗണിക്കാനായി മാർച്ച് 3 മാറ്റിയിട്ടുണ്ട്. കേന്ദ്രം എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ മാർച്ച് 15 അല്ല ഈ മാർച്ച് 31 ഡെഡ് ലൈൻ വെക്കുന്നതിലൂടെ എന്ന് ചോദിക്കുകയാണ് ഹൈക്കോടതി. ആർക്കും ആശ്ചര്യമുണ്ടാക്കുന്ന കാര്യമാണ്. ഈ പറയുന്ന രീതിയിലുള്ള വായ്പ തുക ഈ കാലാവധിക്കുള്ളിൽ ചെലവാക്കി തീർക്കണം എന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള മാനദണ്ഡം കോടതിയും ചോദിക്കുന്നു അതേ കാര്യം.